നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഷെയർ എല്ലാം ചെയ്യണം. ഇതാണ് നമ്മുടെ കിണ്ണത്തപ്പം. ഓക്കെ, ഹായ് ഹലോ, വെൽക്കം ടു മൈ ചാനൽ അനൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും നല്ലൊരു നമസ്കാരമുണ്ട്. അപ്പം നമ്മൾ ഇന്നൊരു പുതിയ വെറൈറ്റി കുക്കിങ്ങുമായിട്ടാണ് വന്നേക്കുന്നത്. നല്ലൊരു ഫുഡിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ആരും സ്ക്രോൾ ചെയ്താൽ കാണുക, ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ് ചെയ്യുക, കൂട്ടുകൊടുക്കുക, നിങ്ങളുടെ ഹാർട്ട് തരിക. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിലും മെസ്സേജ് അയക്കണം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കിണ്ണത്തപ്പമാണ്. ഞാൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഓക്കെ, ബാക്കി നോക്കണം. നമ്മൾ 1/2 കിലോ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഞാനിത് അരിപ്പൊടി അപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് എടുത്തത്. അപ്പോഴും 1/2 കിലോ അരിപ്പൊടി ഉണ്ട്. ഇനി ശർക്കര നമ്മളൊന്ന് പാനി കാച്ചില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തേക്കും. അതൊന്ന് വെള്ളം പോലെ ആകാൻ വേണ്ടി നമ്മളിത് കുറേശ്ശെ മിക്സ് ചെയ്ത് ഒഴിക്കുക. ഓക്കെ, കുറേശ്ശെ മിക്സ് ചെയ്ത് ഒഴിക്കണേ. അത് മിക്സ് ചെയ്യാം. നമ്മൾ ഇത്ര കലക്കിയിട്ടുണ്ട്. ഇതിൽ ഇനി ഈസ്റ്റ് ഇച്ചിരി ചൂടുവെള്ളത്തിലാക്കിയിട്ട് ചേർക്കണം കേട്ടോ. കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഒഴിച്ചിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ ഇത് 1/2 കിലോ ശർക്കര, 1/2 കിലോ അരിപ്പൊടി അപ്പത്തിൻ്റെ. ഇനി നമ്മൾ ചേർക്കുന്നത് കോക്കനട്ട് പാലാണ്. ഞാനിത് കോക്കനട്ട് കടയിൽ നിന്ന് വാങ്ങിച്ചത്. കോക്കനട്ടിൻ്റെ പാലല്ല, ഒരു ക്രീമാണ്. നല്ല കുറുകുറാന്നിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ചേർക്കുന്നത്. തേങ്ങ അരച്ച് ചേർക്കേണ്ടവർക്ക് തേങ്ങ അരയ്ക്കുന്നതായിരിക്കും ബെറ്റർ. നമുക്ക് തേങ്ങയ്ക്കൊക്കെ ഇവിടെ ഇത്തിരി പാടായതുകൊണ്ടാണ് ഞാനിത് എടുത്തേക്കുന്നത്. നമ്മൾ ഏകദേശം ഈ പരുവായിരിക്കണേ. കണ്ടോ, ഈ പാത്രമൊപ്പം ഉണ്ടാകണ പരുവ്. ഇത് ഇച്ചിരിയും കൂടെ ഒന്ന് അടിക്കണം. കട്ട കിടക്കാൻ പാടില്ല, ഒന്നും കൂടെ അടിക്കണം. ഇനി കുറച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണേ. നല്ല അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം അങ്ങോട്ട് ചേർത്തതേ ഉള്ളൂ, ഈസ്റ്റൊക്കെ ഇട്ടതേ ഉള്ളൂ. പൊങ്ങണം, നല്ല പൊങ്ങണം. ഇനി ഇതിൽ ചേർക്കേണ്ട ഏലക്കയാണ്. ഏലക്ക നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചേർക്കാം. ഇപ്പം ചേർത്താലും മണം പോവും. ഏലക്ക, അണ്ടിപ്പരിപ്പ്, മുന്തിരി ചേർക്കണം. പിന്നെ നെയ്യ് നമ്മൾ പിന്നെയാണ്. ഓക്കെ, മാവ് ഏകദേശം ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇച്ചിരി ചോറും തേങ്ങയും കൂടെ അരച്ച് കലക്കി ചേർക്കുന്നുണ്ട്. തേങ്ങ അരച്ചാലാണ് ടേസ്റ്റ് കൂടുക. ഞാനിപ്പോഴ് അല്ലാത്ത പാലും കൂടാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് ചോറും കൂടെ ആകുമ്പോൾ ഒരു നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതും കൂടെ കലക്കി വെക്കുക. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ ഒക്കെ ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് ഏലക്ക ഒന്ന് ഇടിച്ചത് കൊണ്ട്. പ്ലേറ്റ് എടുത്തിട്ട് സ്റ്റീലിൻ്റെ, എന്നിട്ട് നെയ്യായാലും ഓയിലായാലും നല്ല തടവി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് ഒഴിക്കണം. നമ്മൾ കൂട്ടി വെച്ചേക്കുന്ന മിക്സ് ഇതിൽ ഒഴിക്കുക. ഓക്കെ, നിറച്ചൊഴിക്കരുത്, ഒരുപാട് കട്ടി വേണ്ട. ഞാനൊരു 4 ഇത് ഒഴിച്ചിട്ടുണ്ട്. ഇനി പൊങ്ങി വരുമല്ലോ. ഇതാണ് നമ്മൾ ഒഴിച്ച സംഭവം. ഓക്കെ, ഇനി ഇതിൻ്റെ പുറത്ത് ഒരു ഡെക്കറേഷൻ 2 നട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ സംഭവം. ഇനി നമ്മളിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം. ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ച് വേവിച്ചെടുക്കണം. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സപ്പോർട്ട് ഷെയർ എല്ലാം ചെയ്യണം. ഇതാണ് നമ്മുടെ കിണ്ണത്തപ്പം. ഓക്കെ, നല്ല ചൂടപ്പമാണ്. ചൂടായതുകൊണ്ടാണ് പൊടിഞ്ഞു പോണേ. നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ചൂട് ഭയങ്കര ചൂടാണ്. എങ്ങനെയുണ്ട്? നമ്മുടെ അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തിന്നു കേട്ടാ. സൂപ്പറാ, അടിപൊളി. തണുക്കണം.